പോകാം. അങ്ങനെ പറയല്ലേ അമ്മായി. ചിന്നു ഇവിടുന്ന് പോവാൻ അമ്മായി സമ്മതിക്കരുത്. അവള് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞില്ലേ, പൊയ്ക്കോട്ടെ. അമ്മായി വേണ്ട ദീപിച്ചേട്ടാ, ഞാൻ ഇവിടുന്ന് പോയാ ഈ വീട്ടില് സന്തോഷം സമാധാനം ഉണ്ടാവുമെങ്കിൽ ഞാൻ പൊയ്ക്കോളാം. എന്താ അമ്മായി ഇത്? ചിന്നു പറയുന്നത് കേട്ടിട്ട് അമ്മായി മിണ്ടാൻ നിൽക്കുകയാണോ? അമ്മ എതിർക്കുന്നു വിചാരിച്ചിട്ടാണോ ചിന്നു പോട്ടെന്ന് അമ്മായി പറഞ്ഞത്? ദീപു, ഈ വീട്ടിലെ ഒരു കാര്യത്തിലും ഇനി നീ എന്റെ പേര് വലിച്ചഴക്കരുത്. പിന്നെ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും നീ ഇടപെടില്ലെന്ന് എനിക്ക് നീ വാക്ക് തന്നതാ, അത് മറക്കണ്ട. അമ്മേ, ഇവിടുന്ന് ഇറങ്ങിയ ചിന്നു എങ്ങോട്ട് പോവും? അതൊന്ന് പറഞ്ഞതാ. അവൾ ആ ചായക്കടയിലേക്ക് പോവുമായിരിക്കും, അല്ലാതെ വേറെ എങ്ങോട്ട് പോവാനാ? അത് ശരിയാ ഏട്ടത്തി, ഇവൾ അങ്ങോട്ട് തന്നെ പോകും. ഇവള് പോകുന്നതിന്റെ പിന്നാലെ ലക്ഷ്മി കരഞ്ഞു പിഴിഞ്ഞ് ആ ചായക്കടയിലേക്ക് ചെല്ലുകയും ചെയ്യും. അമ്മേ, അമ്മയല്ലേ ഇപ്പൊ പറഞ്ഞേ ഈ വീട്ടിലെ കാര്യങ്ങളിലൊന്നും ഇടപെടില്ലെന്ന്? പിന്നെ എന്തിനാ അമ്മ ഇതൊക്കെ പറയാൻ നിൽക്കുന്നേ? അമ്മായി, അമ്മായി ആ ചേച്ചിയൊന്ന് വിളിക്കും. വേണ്ട ദീപിച്ചേട്ടാ, ആരെയും വിളിക്കണ്ട, ഞാൻ തനിച്ചു പോയിക്കോളാം. നിനക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റുമെന്ന് എനിക്കറിയാം മോളെ. പക്ഷേ നീ ഇവിടുന്ന് ഇറങ്ങി പോകരുത്. എനിക്കിപ്പം നിന്നെ സഹായിക്കാൻ പറ്റില്ല എന്ന് വെച്ച് ഇവിടുന്ന് പോകാൻ നിന്നെ ഞാൻ സമ്മതിക്കത്തുമില്ല. ചായക്കടയിൽ ആ ചേച്ചി വരട്ടെ. നിന്റെ കാര്യത്തില് ഒരു പരിഹാരം ഉണ്ടാക്കാൻ അവർക്ക് പറ്റും. അവരെ കൊണ്ടേ ഇനി അത് ചെയ്യാൻ പറ്റൂ. അമ്മായി, ആ ചേച്ചിയോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറ. അവർ വന്നതിന് ശേഷം ചിന്നുവിന്റെ കാര്യത്തിൽ എന്താണെന്ന് വെച്ചാ അമ്മായി തീരുമാനിച്ചോ? ദീപു, നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഈ വീട്ടിലെ ഒരു കാര്യത്തിലും നീ ഇനി ഇടപെടാൻ പാടില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? അത് കേൾക്കാതെ നീ ഓരോന്ന് ചെയ്യാൻ തുടങ്ങിയാലുണ്ടല്ലോ. അമ്മേ, എല്ലാരും കൂടി എന്നെ ഇത്രയൊക്കെ നാണം കെടുത്തിയിട്ടും നിനക്ക് മതിയായില്ലേ? ഏട്ടത്തി ഇവിടെ നിൽപ്പുണ്ടല്ലോ. ചിന്നുവിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കേണ്ടെന്ന് ഏട്ടത്തിക്കറിയാം. അല്ലാതെ നീ ഒന്നിനൊരു അഭിപ്രായവും പറയണ്ട. എനിക്കൊന്നും പറയാനില്ല. അവൾക്ക് ഇവിടുന്ന് പോണോന്ന് അവള് പറഞ്ഞു കഴിഞ്ഞില്ലേ. നിർബന്ധിച്ച് അവളെ ഇവിടെ പിടിച്ചു നിർത്തേണ്ട കാര്യമൊന്നുമില്ല. ചിന്നു, നീ പൊയ്ക്കോ. എന്താ ചിന്നു, ഇവിടുന്ന് പോയിക്കോളാൻ അപ്പൂന്നച്ചമ്മ പറഞ്ഞത് കേട്ടില്ലേ? അപ്പൂന്നച്ചമ്മ, ഞാൻ ഇവിടുന്ന് പോയിക്കോളാം. അതിനു മുമ്പ് ഒരു തവണ ഞാൻ വീടിനകത്തേക്ക് ഒന്ന് പൊക്കോട്ടെ. അതെന്തിനാ? എനിക്ക് എന്റെ ലക്ഷ്മിയമ്മ ഒന്ന് കാണണം. അത് കഴിഞ്ഞ് ഞാൻ പൊക്കോളാം. ഏട്ടത്തി, അവളുടെ ബുദ്ധി കണ്ടോ? അവൾ അവസാനത്തെ അടവെടുക്കോ? എന്തിനാ അമ്മേ ഇവളെങ്ങനെ വഴക്ക് പറയുന്നേ? ലക്ഷ്മിയുടെ ഒന്ന് കാണണമെന്ന് മാത്രമല്ലേ ഇവള് പറഞ്ഞുള്ളൂ. അതിലെന്താ തെറ്റ്? ഒരു തെറ്റുമില്ല അല്ലേടാ. ഇവള് ലക്ഷ്മിയുടെ മുന്നിൽ പോയി കരഞ്ഞു കാണിച്ചാ ലക്ഷ്മി ഇവളെ ഇവിടുന്ന് വിടുവോ? ഇല്ല. ലക്ഷ്മിക്ക് ജീവനുണ്ടെങ്കിൽ ഇവൾ ഇവിടുന്ന് പോകാൻ ലക്ഷ്മി അനുവദിക്കില്ല. അത് മറ്റാരേക്കാളും നന്നായിട്ട് ഇവൾക്ക് വ്യക്തമായി അറിയുകയും ചെയ്യാം. ഏട്ടത്തി ഇതിന് സമ്മതിക്കല്ലേ? അമ്മേ, ശരി, ഞാനൊന്നും പറയുന്നില്ല. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് എന്റെ ഏട്ടത്തിക്കെങ്കിലും മനസ്സിലാവും. അല്ലെങ്കിൽ ഞാനെന്തിനാ ഇവിടെ തടയാൻ നിൽക്കുന്നേ? നീ പോയിക്കോ ചിന്നു, പോയി ലക്ഷ്മിയമ്മയെ കണ്ടിട്ട് വാ. അതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ. നീ പോയിട്ട് വാ. എനിക്ക് പ്രശ്നമുണ്ട്. നീ പോകാൻ ഇറങ്ങിയതാണെങ്കിൽ നിനക്ക് പോകാം. പക്ഷേ ലക്ഷ്മിയെ കാണാൻ ഞാൻ അനുവദിക്കില്ല. അപ്പൂന്നച്ചമ്മ, ഒരൊറ്റ പ്രാവശ്യം ഞാൻ ലക്ഷ്മിയമ്മ ഒന്ന് കണ്ടോട്ടെ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ ലക്ഷ്മിയമ്മയോട് ഒരു വാക്ക് പോലും സംസാരിക്കില്ല. ലക്ഷ്മിയമ്മ എന്നെ കാണത്തുമില്ല. ഞാൻ വാതിലിൽ ഇവിടെ മറിഞ്ഞു നിന്ന് ലക്ഷ്മിയമ്മ ഒരു വട്ടം കണ്ടിട്ട് പോയിക്കോളാം. ഒരേ ഒരു തവണത്തേക്ക് മതി, ഒന്ന് സമ്മതിക്കാൻ. ഇല്ല, നടക്കില്ല. ഇനി നീ എത്ര കരഞ്ഞു പറഞ്ഞാലും എന്റെ മനസ്സിളകില്ല. ശരി, എങ്കിൽ ഞാൻ പൊക്കോളാം. വിനയൻ ചേട്ടാ, കറക്റ്റ് സമയത്ത് തന്നെ വിനയൻ ചേട്ടൻ വന്നത്. ഇവള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോൻ തുടങ്ങിയതാ. എനിക്കറിയാം ദീപു, അതുകൊണ്ട് തന്നെയാ കറക്റ്റ് സമയത്ത് ഞാൻ വന്നത്. ഈ വിവരം ഇത്ര കൃത്യമായിട്ട് വിനയൻ എങ്ങനെ അറിഞ്ഞു? ചിന്നു വിളിച്ചു പറഞ്ഞു? അതോ ചിന്നുവിനെ രക്ഷിക്കണമെന്ന് ലക്ഷ്മി വിളിച്ചു പറഞ്ഞോ? അമ്മേ, എന്തിനടാ നീ ഇവളോട് ദേഷ്യപ്പെടുന്നത്? അംബിക തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ.
ഈ സമയം തന്നെ വിനയൻ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ആ വിവരം വിനയനെ ആരോ മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചിന്നുവിനെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാനായിരിക്കും വിനയൻ വന്നത്. ഇപ്പൊ ഏതായാലും നിന്നെ കൊണ്ടുപോകാനുള്ള ആള് വന്നല്ലോ, പൊയ്ക്കോ. അയാൾക്കൊപ്പം എത്രയും വേഗം നീ ഈ വീട്ടിൽ നിന്ന് പോയിത്താ. സുഭദ്ര ആന്റി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിട്ടാ വന്നത്. രേഖയെടുത്തി എന്തൊക്കെ ഈ പറയുന്നേ? അതെ, സത്യം തന്നെയാ ഞാൻ പറയുന്നേ. നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നേ? ഞാനൊന്നും മിണ്ടാതെയും പറയാതെ ഇരിക്കുന്നോണ്ട് നിനക്ക് നിന്റെ തോന്നിവാസം പോലെ എന്ത് കാണിക്കാന്നാണോ? രേഖയെടുത്തി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. എനിക്ക് ഒരു തെറ്റിദ്ധാരണയില്ല. ഉള്ളതൊക്കെ ശരിയായ ധാരണകളാ. നീയും വിനയേട്ടനും കൂടി എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നും എനിക്ക് മനസ്സിലാവും. ചിന്നുവിനെ ഈ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരാനാ നിങ്ങൾ രണ്ടാളും കഷ്ടപ്പെടുന്നത്. അതിന് ഞാൻ സമ്മതിക്കുന്നു നിങ്ങൾ വിചാരിക്കേ വേണ്ട. അയ്യോ രേഖയെടുത്തി, അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. നീ എന്നോട് കള്ളം പറയണ്ട. റണ്ണർ ഒരു അനാഥ കുട്ടിയായി തെരുവിൽ അലിഞ്ഞു നടക്കുന്ന കണ്ട് സഹിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് വിനയേട്ടൻ നിന്നോട് പറയുന്നത് ഞാൻ കേട്ടതാ. അതുകൊണ്ട് ചിന്നുവിനെ അവളുടെ യഥാർത്ഥ സ്ഥാനത്ത്, അതായത് ഈ വീട്ടിലേക്ക് തിരികെ എത്തിക്കുമെന്ന് വിനയേട്ടൻ പറഞ്ഞു. ഞാനിതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും എന്റെ മുമ്പിൽ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കേന്തു. രേഖയെടുത്തി, വിനയേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞു എന്നുള്ളത് ശരിയാ. പക്ഷെ അതിനൊന്നും രേഖയെടുത്തി ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല ഉള്ളത്. ശരി, വിനയേട്ടൻ പറഞ്ഞതിനൊന്നും ഞാൻ ഉദ്ദേശിച്ച അർത്ഥം ഇല്ല. അതിന്റെ ശരിയായ അർത്ഥം എന്താണെന്ന് നീ എനിക്കൊന്ന് പറഞ്ഞു മനസ്സിലാക്കിത്താ. ഞാനൊന്ന് കേൾക്കട്ടെ. വിനയേട്ടൻ എന്താണ് എന്നിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കുന്നതെന്ന് എനിക്കൊന്ന് അറിയണം. പറയുന്നു. വിനയേട്ടൻ ചിന്നുവിനെ... ഇല്ല, ഒന്നുമില്ല രേഖയെടുത്തി. ഇല്ല, എന്തോ ഉണ്ട്. നീ അതെന്താന്ന് പറയൂ. ഇല്ല എടുത്തി, എനിക്കൊന്നും പറയാനില്ല. ഇക്കാര്യത്തെക്കുറിച്ച് ഞാൻ ഇനിയൊന്നും പറയില്ല. അതിന്റെ അർത്ഥം നീയും വിനയേട്ടനും കൂടി ഈ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ അറിയേണ്ട കാര്യമില്ലെന്ന് അല്ലേ? നിങ്ങൾ രണ്ടുപേരും ഇവിടെ എനിക്ക് അത്രയ്ക്ക് വിലയെ തരുന്നുള്ളൂ. ഇല്ല, എനിക്കത് അറിയണം. വിനയേട്ടൻ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്ന സത്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഇക്കാര്യത്തെക്കുറിച്ച് ഞാൻ ഇനി ഒന്നും പറയില്ലെന്ന് പറഞ്ഞില്ലേ? എന്താ പറഞ്ഞ? അത് പറയാൻ പാടില്ല. പറഞ്ഞ രേഖയെടുത്തേക്ക് മനസ്സിലാവുകയില്ല. എന്നെ ആരും ഒന്നും അറിയിക്കണ്ട. പക്ഷേ ഇതൊക്കെ എവിടം വരെ പോകുന്നു എനിക്കൊന്നും അറിയണം. ബുദ്ധിപരമായിട്ട് കാര്യങ്ങളെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്ക്. അപ്പൊ ഞാൻ പറയുന്നത് ശരിയാണെന്ന് എല്ലാവർക്കും ബോധ്യമാവും. റണ്ണർ ഈ വീട് വിട്ടു പോയാ അതുകൊണ്ട് അവക്ക് നഷ്ടമൊന്നുമില്ല. അവക്ക് എന്റെ വീട്ടിൽ താമസിക്കാം. പക്ഷെ അവൾ അങ്ങനെ പോയാൽ അതിന്റെ പഴി കേൾക്കേണ്ടി വരുന്നത് നിങ്ങളൊക്കെ തന്നെ ആയിരിക്കും. പീഡനം സഹിക്കാൻ വയ്യാതായപ്പോ ആ കുട്ടി പൂമംഗലത്ത് നിന്ന് ഓടിപ്പോയി ആൾക്കാർ പറയും. അങ്ങനെ അവരെ കൊണ്ട് പറയിക്കണം. ഇല്ല, ഞാൻ ആരോടും ഒരിക്കലും അങ്ങനെ പറയില്ല. നീ പറഞ്ഞാ ഞങ്ങൾ എന്ത് ചെയ്യും? ഈ വീട്ടിൽ നിന്ന് പോയ പിന്നെ നിനക്ക് ആരോട് എന്താ പറയാൻ വയ്യാത്തെ? അതുകൊണ്ട് നീ തൽക്കാലം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നില്ല. ഞങ്ങളുടെ കൺവട്ടത്ത് തന്നെ ഉണ്ടെങ്കിൽ നിന്നെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. പ്രകാശേട്ട, ഞാൻ അങ്ങനെ പറയോ പ്രകാശേട്ട? എന്നൊന്ന് വിശ്വസിക്കാൻ. ഞാൻ ആരോടും ഒന്നും പറയില്ല. എന്നെ ഇവിടെ നിന്ന് പോവാൻ അനുവദിക്കാം.